കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കർത്താവ് നിത്യജീവനെ നൽകിയിരിക്കുക. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ വീണ്ടും പുതുതായി ജനിച്ചു എന്ന ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം ശുശ്രൂഷകന്മാരുടെ മീറ്റിങ്ങിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ വീണ്ടും ജനനം എന്ന വിഷയത്തെ ആസ്പദമാക്കി എടുത്ത ഒരു ക്ലാസ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. നിങ്ങളുടെ അറിവുകളെ വർദ്ധിപ്പിക്കുന്ന ദൈവ വചനത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു അവബോധം നൽകുന്ന ക്ലാസ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പത്രോസ് ശ്ലീഹ ഇവിടെ പുതിയ നിയമ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ ഇതേ ഒരു പ്രയോഗം യോഹന്നാൻ പറയുകയാണ്, വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം ബിഹോൾഡ്, കാണുക, നമ്മൾ ദൈവമക്കളായിരിക്കുന്നു. പത്രോസ് പറയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യോഹന്നാൻ പറയാണ്, നമ്മൾ ദൈവമക്കളായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കാം. യോഹന്നാൻ 1:12-13. അവനെ കൈക്കൊണ്ട്, കർത്താവായ യേശുവിനെ കൈക്കൊണ്ട്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പിന്നെ ഒരു ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് ഒരു പ്രത്യേക തരം ജനനം ഉണ്ടായിരിക്കുന്നു. അതെന്താണ് ആ ജനനം? വായിക്കുക. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അവർക്ക് നമ്മൾ ലോകത്ത് കാണുന്ന ഒരു സ്വാഭാവിക ജനനമല്ലാത്ത മറ്റൊരു ജനനം സംഭവിച്ചിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ ബർത്ത്, ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ ബർത്ത്. നാച്ചുറലായ ഭൗതികമായ മനുഷ്യനെ അഭൗമനാക്കി മാറ്റുന്ന ഒരു ജന്മം അവനിലുണ്ടായിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് വീണ്ടും ജനനം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ്? വീണ്ടും ജനനം. പ്രൈസ് ദി ലോർഡ്. പുതിയ ജനനത്തിലൂടെ നമ്മൾ ദൈവ മക്കളായിത്തീരുന്നു, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിലെ ഒരപ്പനിൽ നിന്നും ഒരമ്മയിൽ നിന്നും നമ്മൾ ജന്മം കൊണ്ടു. ജനനം കൊണ്ട് നമുക്ക് കിട്ടുന്ന 3 കാര്യങ്ങളുണ്ട്: പേര്, രൂപം, അവകാശം. ഒന്ന് പറഞ്ഞ് ഏതൊക്കെയാണ്? പേര്, രൂപം, അവകാശം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ലോകത്തിലെ ഒരു മനുഷ്യന് ജന്മം കൊണ്ട് സിദ്ധിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ പേര് തോമസ് എബ്രഹാം. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ പിതാവിൻ്റെ പേര് എബ്രഹാം എന്നാണ്. അതുപോലെ എന്നെ ജനിപ്പിച്ച അപ്പൻ്റെ അമ്മയുടെയും ആകാരവും പ്രകൃതവും ഉണ്ട്, രൂപമുണ്ട്, ഷേപ്പുണ്ട്, മുഖഭാവമുണ്ട്, ഇല്ലേ? 3-ാമത്തേതാണ് ജന്മം കൊണ്ട് എനിക്ക് ലഭിക്കുന്നതാണ് എൻ്റെ ജന്മാവകാശം. ഇത് 3ഉം ജനനം കൊണ്ട് മാത്രം ലഭിക്കുന്ന. പ്രൈസ് ദി ലോർഡ്.
അതുപോലെ തന്നെ നാം ശാരീരികമായി ഈ ലോകത്തിൽ ഒരപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജനിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിലെ അപ്പൻ്റെ അമ്മയുടെ അവകാശം നമുക്ക് കിട്ടും, രൂപം നമുക്ക് കിട്ടും, പേര് നമുക്ക് കിട്ടും. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനിൽ സംഭവിച്ചതാണ് മരണം. വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് മരണത്തെക്കുറിച്ചാണ്. എന്താണ്? മരണത്തെക്കുറിച്ചാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ എഫെസോസിലെ സഭയിലുള്ള ക്രിസ്തുവിൽ വിശ്വസിച്ചവരോട് പറയാണ്, നിങ്ങൾ മുമ്പേ മരിച്ചവരായിരുന്നു, ഇപ്പോൾ ജീവൻ പ്രാപിച്ചിരിക്കുകയാണ്. നമുക്ക് വായിക്കാം എഫേസ്യർ 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നോക്കുക, എഫെസോസിലെ സഭയിലെ ജീവനുള്ള ശാരീരികമായ മരണം ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ മരിച്ചവരായിരുന്നു, നിങ്ങൾ മരിച്ചവരായിരുന്നു. മരണം എന്ന വാക്കിന് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്ന ആ പ്രക്രിയയാണ് മരണമെന്ന് പൊതുവെ എല്ലാവരും അറിയുന്നു. എന്നാൽ ബൈബിൾ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രക്രിയ അല്ല. ശാരീരിക മരണത്തിനും മരണമെന്ന് പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ബൈബിൾ ഭാഷയിൽ, ദൈവത്തിൻ്റെ ഭാഷയിൽ അതല്ല മരണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. ശാരീരിക മരണത്തിന് ബൈബിൾ പറയുന്ന വാക്ക് ഏതാണ്? നിദ്ര. എന്താണ്? നിദ്രയാണ്. വീണ്ടും ഉണർന്നെഴുന്നേൽക്കുന്നൊരു നിദ്രയാണ്. ആ വേദഭാഗം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 11:11 കേൾക്കുക. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. അപ്പൊ ലാസർ ദീനമായി കിടക്കുക എന്നറിഞ്ഞു. ഉടനെ ശിഷ്യന്മാരെന്താ പറഞ്ഞേ? ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. നല്ല ഉറക്കമുണ്ടെങ്കിൽ എന്തിനുള്ള സാധ്യതയുണ്ട്? ആൾക്ക് സൗഖ്യം ആയിക്കോളും, ഉറക്കമുള്ളത് നല്ലതെന്ന് പറഞ്ഞു. അപ്പം മാനുഷിക ഭാഷയിൽ നമ്മൾ ഉറക്കമെന്ന് പറയുന്നത് ശരീരത്തിൽ ഉറങ്ങുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഉറക്കമെന്ന് ദൈവിക ഭാഷയിൽ പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നതിനെ കുറിച്ചാണ്. വായിക്കാം. ഉടനെ യേശു എന്താ മറുപടി പറഞ്ഞു? യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പൊ യോഹന്നാൻ എന്ന മനുഷ്യർക്ക് മനസ്സിലാകാൻ പറയണം, നമ്മുടെ ഭാഷ മരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ ഭാഷയിൽ ഏതാണ്? നിദ്രയാണ്. അപ്പം ബൈബിൾ അനുസരിച്ച് ദൈവവചനപ്രകാരം ശാരീരിക മരണത്തെ എന്തോ പറയുന്നേ? നിദ്ര. എന്നാൽ മരണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്ന 2 കാര്യങ്ങളാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർപെട്ടു പോകുന്നതിനെയാണ് മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരിക്കൽ തിരുവചനത്തെ ഗ്രഹിക്കാതെ ഒരു വിമർശകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ കള്ളം പറഞ്ഞു. യഹോവ എന്തോ പറഞ്ഞേ? തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ അതേ ബൈബിളിൽ പറഞ്ഞു, ഏകദേശം 1000-നടുത്ത സംവത്സരം ആര് ജീവിച്ചു? ആദം ജീവിച്ചു. എന്നാൽ പിശാച് വന്നിട്ട് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ആദാമിനോട് പറഞ്ഞു, ഈ ഫലം നീ തിന്നു, നീ മരിക്കയില്ല നിശ്ചയം. എന്താ പറഞ്ഞു? നീ ഒരു നാളും മരിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ആ വിമർശകൻ ഇങ്ങനെ പറഞ്ഞു, യഹോവ കള്ളം പറഞ്ഞു, സാത്താൻ സത്യം പറഞ്ഞു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ,
ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. ദൈവവചനത്തെ, ദൈവത്തിൻ്റെ ഭാഷയെ ഏത് ഭാഷ കൊണ്ട് വ്യാഖ്യാനിക്കണം? ദൈവത്തിൻ്റെ ഭാഷ കൊണ്ട് വ്യാഖ്യാനിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ മുടിയനായ പുത്രൻ അപ്പൻ്റെ ഭവനം വിട്ട് അപ്പനിൽ നിന്ന് ദൂരത്ത് പോയി കുറേ നാളുകൾക്ക് ശേഷം അപ്പനുമായി ബന്ധമറ്റുപോയ മകനെക്കുറിച്ച് തിരികെ കിട്ടിയപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. He was dead. For me he is dead എന്ന്. എന്നെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്തവനായിരുന്നു? ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അവനില്ല. ഈസ് നോട്ട് അക്സസിബിൾ ടു മീ. എനിക്കവനുമായിട്ടുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടു, വിനിമയം നഷ്ടപ്പെട്ടു, ബന്ധമറ്റുപോയി. ഒരു പട്ടം നൂലറ്റുപോകുന്നത് പോലെ എന്ന് മനുഷ്യൻ പാപം ചെയ്തോ, ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയോ, നൂലുള്ള ഒരു പട്ടത്തിൻ്റെ നൂലിൽ ആരാ പിടിക്കുക? ആ പട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് പിടിക്കുന്നത്, അല്ലേ? അതിനെ നയിച്ചുകൊണ്ട് പോവും. എന്നാൽ നൂലറ്റ് കഴിയുമ്പോൾ ഈ പട്ടം സ്വയം പറക്കില്ലേ? പക്ഷെ അത് എവിടാ ചെന്ന് പതിക്കുന്നതെന്നറിയില്ല. ഇതാണ് ജീവൻ. ദൈവവുമായിട്ടുള്ള, ദൈവത്തിൻ്റെ കൈകളുമായി നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്ന, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ചരടിനാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പം ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തിനാണ് ജീവൻ എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞ ജീവൻ. ആ ജീവൻ ഒരു മനുഷ്യരൂപത്തിൽ ഇവിടെ വെളിപ്പെട്ടു. അതാണ് ക്രിസ്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അടുത്തിരിക്കുന്നവളുടെ ബ്രദറിൻ്റെ ഫ്യൂസ് കെട്ടാനാ യേശു വന്നതെന്ന് പറ. ഫ്യൂസ് പോകുന്നെന്നാണല്ലോ നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയിരിക്കുന്ന പേര്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഫ്യൂസ് കെട്ടാൻ ദൈവം പദ്ധതി ഇട്ടു. വീണ്ടും ദൈവാലോചന കേൾക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതി അറിയാൻ, ദൈവത്തിൻ്റെ നടത്തിപ്പ് അറിയാൻ, ദൈവത്തിൻ്റെ ബന്ധത്തിലാവുമ്പോൾ തന്നെ എന്തൊരു ബലമാ. എന്നെ ഒരാൾ പിടിക്കാനുണ്ട് എന്ന ഒരു ബോധ്യം തന്നെ എന്തൊരു ബലമാണ്. ഈ ദൈവമില്ലാത്തവരുടെ മരണത്തിൽ അവർ പറഞ്ഞ വാക്കുകളൊക്കെ ശാസ്ത്രജ്ഞർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തിടെ പത്രത്തിലൊക്കെ വായിച്ചു. നിങ്ങൾ വായിച്ചോ എന്ന് എനിക്കറിയത്തില്ല. മരണാനന്തര ജീവിതം ഉണ്ടെന്ന് ഈയിടെ സയൻസ് തെളിയിച്ചെന്ന് പത്രത്തിൽ കണ്ടു. മരിച്ചിട്ട് വന്ന പലരും പറഞ്ഞെന്ന് വലിയ കുഴിയിലൊക്കെ പോകുന്ന പോലെ എങ്ങോട്ടോ പോവാണ്, അടിയില്ലാത്ത കിണറ്റിലേക്ക് പോകുകയാണ്. അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചാൽ, എന്തിനാ ബ്രദറെ അങ്ങനെ കഷ്ടപ്പെടുന്നു? ഇപ്പോഴേ ചരട് കെട്ടിയിടാമെങ്കിൽ ഈ അടിയില്ലാത്ത കിണറ്റിലും മറ്റും കറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അപ്പോൾ ഒരു ചരട് കെട്ടുകയാണ്. അതാണ് ജീവൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ മതപണ്ഡിതന്മാരായ ഈ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ദൈവത്തിലേക്ക് ബന്ധിപ്പിക്കുന്നതെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അവരുടെ ചടങ്ങുകൾ, ആചാരങ്ങൾ, അവരുടെ തിരുവെഴുത്തുകൾ വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും ജീവൻ പ്രാപിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-40 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. സൽപ്രവർത്തികൾ ദൈവം വളരെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ സൽപ്രവർത്തികൾ ജീവൻ കണക്ട് ചെയ്യത്തില്ല. പ്രാർത്ഥന നല്ലൊരു കാര്യമാണ്. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടും ഏത് കണക്റ്റ് ആകത്തില്ല? ജീവൻ കണക്റ്റ് ആകത്തില്ല. ബൈബിൾ വായന എത്ര നല്ലൊരു കാര്യമാണ്. പക്ഷെ ബൈബിൾ വായിച്ചാലും എന്ത് സംഭവിക്കില്ല? ജീവൻ കണക്റ്റ് ആകില്ല. ജീവനായവൻ തന്നെ, ജീവനായകൻ എന്ന് പേരുള്ളവൻ, മനുഷ്യനെ ദൈവവുമായി അറ്റുപോയ ബന്ധത്തിൽ അവിടെ ആ ഫ്യൂസായി നിൽക്കുന്ന ഒരുവനെ ദൈവം അയച്ചു. അവൻ്റെ പേരത്ര യേശു. അല്ലാതെ അവൻ ഒരു മതത്തിൻ്റെ ദേവനല്ല. മാനവജാതിക്ക് നഷ്ടപ്പെട്ട ദൈവജീവൻ, കണക്ഷൻ തിരികെ നൽകാനാണ് ദൈവം മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നത്. അതാണ് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവ് നിങ്ങളെ കേൾപ്പിച്ചല്ലോ. നിങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് പോലെ തന്നെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കും, ബന്ധനസ്ഥർ വിടുവിക്കപ്പെടും, ദുഃഖിതർക്ക് ആശ്വാസം കിട്ടും,
കടഭാരത്താൽ തകർന്നവർക്ക് സാമ്പത്തികമായി വിടുതൽ കിട്ടും. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാതെ മനസ്സിന് സമാധാനമില്ലാത്തവർക്കൊക്കെ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും യേശു ക്രിസ്തു തരും. ദൈവവചനം അത് പഠിച്ചതുകൊണ്ട് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങൾ, ജീവൻ്റെ ആ അംശം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ശാരീരികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ മൂലം പ്രയാസപ്പെടുന്ന സഹോദരിമാർ, ഡോക്ടർമാർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് വളരെ വേദനയോടെ ഭയത്തോടും കൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ മുഴകൾ അപ്രത്യക്ഷമാകും. ആ ക്യാൻസർ നിങ്ങളുടെ ശരീരം വിട്ട് മാറിപ്പോവും. അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. വളരെ വേദനാജനകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കീമോതെറാപ്പി, റേഡിയേഷൻ, ഇതിനൊക്കെയും വിധേയരായിട്ട് വളരെ പ്രയാസപ്പെടുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും എൻ്റെ കർത്താവ് നിങ്ങളുടെ ശരീരത്തിന്മേൽ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരത്ഭുതം ചെയ്യും. അത് നല്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അവൻ്റെ വചനം തന്നെ അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്ത് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് ആ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ അവരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണം. അവർ ഇന്നായിരിക്കുന്നിടത്ത് ദൈവമഹത്വം അവരുടെ മേൽ ഇറങ്ങണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാനമായി തന്നെ അധികാരത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനങ്ങളെ ഞാൻ അഴിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ക്യാൻസർ രോഗികൾ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വിധേയപ്പെട്ടിരിക്കുന്ന രോഗികളുടെ മേൽ ഇപ്പോൾ തന്നെ സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ. അവരുടെ ശാരീരികമായിട്ടുള്ള വേദനകൾ, ബലഹീനതകൾ, ക്ഷീണാവസ്ഥകൾ എല്ലാം മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ ജീവൻ അവരുടെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. ഡയബറ്റീസ് രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രഷർ രോഗികൾ സൗഖ്യമാകട്ടെ. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. ശരീരത്തിൽ വിഷാംശം പകർന്ന് വളരെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്നെ കേൾക്കുന്നുണ്ട്. ഡോക്ടർമാർ നിങ്ങളുടെ ശരീരത്തിൽ വിഷം കടന്നിരിക്കുന്നു, അതുകൊണ്ട് ഒരു രക്ഷയുമില്ല എന്ന് വരെ വിധി എഴുതിയ ആ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ അവരുടെ മേലുള്ള രോഗബന്ധനങ്ങൾ അഴിയട്ടെ. വിഷാംശം ഇപ്പോൾ തന്നെ നിർമൂലമായി പോകട്ടെ, പൂർണ്ണമായി നിർവീര്യമായി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. സൗഖ്യമാക്കിയതിനായി നന്ദി, പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ കൃപയോൽ സൂക്ഷിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.